നമ്മുടെ നാട്ടിലെ അതിഥിയായി എത്തിയ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ തവണ അദ്ദേഹം ഇവിടെ മത്സരിച്ചു, തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം വടക്കേ ഇന്ത്യയിലെങ്ങും നിൽക്കാതെ നേരെ നമ്മുടെ വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ തങ്ങളുടെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്ന ആൾ വെളിവാക്കേണ്ടതുണ്ട്. തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഷെയർ മാർക്കറ്റിൽ വലിയ താല്പര്യമുള്ള ആളാണ് രാഹുൽ ഗാന്ധി. ഷെയർ മാർക്കറ്റിൽ 4.3 കോടി രൂപയുടെ നിക്ഷേപം രാഹുൽ ഗാന്ധിക്ക് ഉണ്ട്. 4.3 കോടി രൂപയുടെ ഷെയറുകൾ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. ഒപ്പം മ്യൂച്വൽ ഫണ്ടിലും രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുണ്ട്. 3.81 കോടി രൂപയുടെ നിക്ഷേപമാണ് അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത്. ബാങ്കിലും രാഹുൽ ഗാന്ധിക്ക് നിക്ഷേപമുണ്ട്. ബാങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ നിക്ഷേപം 26.25 ലക്ഷം രൂപയാണ് ബാങ്ക് നിക്ഷേപമായി അദ്ദേഹത്തിന് ഉള്ളത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശം കുറച്ച് പണമുണ്ട്. അത് 55,000 രൂപയാണ് എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത്. 55,000 രൂപയാണ് രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ള പണം. അദ്ദേഹത്തിൻ്റെ വാർഷിക വരുമാനം ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. അദ്ദേഹത്തിന് ഒരു വർഷമുള്ള വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 1,27,86,080 രൂപ. അത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനം. പല രീതിയിൽ നിന്ന് പല രീതിയിലാണ് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകുന്നത് എന്നും പറയുന്നു. ഗോൾഡ് ബോണ്ട് അദ്ദേഹത്തിന് 15.2 ലക്ഷം രൂപയുടെ ഗോൾഡ് ബോണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ട്. പിന്നെയും വേറെ ചില നിക്ഷേപങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട്. മറ്റ് നിക്ഷേപങ്ങളെല്ലാമായിട്ട് 61.52 കോടി രൂപ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദില്ലിയിലെ മെഹ്റോളിയിൽ അദ്ദേഹത്തിന് കൃഷിഭൂമിയുണ്ട്. ഒപ്പം തന്നെ ഗുരുഗ്രാമിൽ വ്യാവസായിക സമുച്ചയമുണ്ട്. ഇതിനെല്ലാം കൂടി ആകെ ഏതാണ്ട് 11 കോടി രൂപ അദ്ദേഹത്തിന് വിലമതിക്കുന്നുണ്ട്. ഈ സ്വത്തുക്കൾക്കെല്ലാം കൂടി മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഏതാണ്ട് 20 കോടി രൂപ. സ്ഥാവര ജംഗമ വസ്തുക്കൾക്കെല്ലാം കൂടി ഏകദേശം 20 കോടി രൂപ വരും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ള കണക്ക്. ഇനി അദ്ദേഹത്തിൻ്റെ എതിരാളിയും LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ആനി രാജയുടെ സമ്പാദ്യം, ഉള്ള നിക്ഷേപങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള ഒരു സത്യവാങ്മൂലം ആനി രാജയും നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിക്ഷേപം ആനി രാജയ്ക്കുള്ളത് 62,000 രൂപയാണ് ആനി രാജയുടെ പേരിൽ ബാങ്കിലുള്ളത്. കൈവശമുള്ള പണം 10,000 രൂപയാണ്. കൈവശം ഉള്ള പണം ആനി രാജയുടെ കൈവശം 10,000 രൂപയാണ് ഉള്ളത്. അവരുടെ ബാങ്കിലുള്ളത് 62,000 രൂപയാണ് ബാങ്ക് നിക്ഷേപമായിട്ട് ഉള്ളത്. പിന്നീട് കുടുംബ ഓഹരിയായിട്ട് കുറച്ച് വസ്തു കിട്ടിയിട്ടുണ്ട്. ആ ഒരു തുക ഏതാണ്ട് 60 ലക്ഷം രൂപ വരും ആ വസ്തുവിൻ്റെ എല്ലാം കൂടെ വില. ഒപ്പം തന്നെ കൈവശമുള്ള സ്വർണ്ണാഭരണം ഏതാണ്ട് 25,000 രൂപയുടെ സ്വർണ്ണാഭരണവും വരും. അങ്ങനെ ഏതാണ്ട് 72 ലക്ഷം രൂപയുടെ മൊത്തം ആസ്തിയാണ് ആനി രാജയ്ക്ക് ഉള്ളത്. 72 ലക്ഷം രൂപയാണ് ആനി രാജയ്ക്കുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 20 കോടി രൂപയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്.